ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും വിലക്ക്. ഒരു മാസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, നേരത്തെ UGCയുടെ ഈ പുതിയ തുല്യതാ ചട്ടം, അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലൊക്കെയുള്ള വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലയിടങ്ങളിലായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ വിലക്കിയിരിക്കുന്നത്. പ്രജിൻ, ഡൽഹി സർവകലാശാലയിൽ രണ്ട് സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. അതായത് ഒന്ന്, UGC തുല്യതാ ചട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം നടന്നു. അതിൽ വിദ്യാർത്ഥികൾ പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. മറ്റൊന്ന്, ഈ ചരിത്രകാരനായിട്ടുള്ള ഇർഫാൻ ഹബീബിന് നേരെ ഒരു വെള്ളം നിറച്ച ബക്കറ്റ് എറിയുന്ന ഒരു സംഭവമുണ്ടായി. അപ്പോൾ ഈ രണ്ട് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു നിർണായക ഉത്തരവ് ഡൽഹി സർവകലാശാല എടുത്തിരിക്കുന്നത്. അതായത് പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും മറ്റ് പൊതുപരിപാടികൾക്കും വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികൾക്കും ഇപ്പോൾ ഒരു മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത് സുരക്ഷാ ഭീഷണി, പൊതുസമാധാനം, ഒപ്പം തന്നെ ഗതാഗത കുരുക്ക് തുടങ്ങിയ ആശങ്കകൾ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ നടപടി എടുത്തിരിക്കുന്നതെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. നിയന്ത്രണമില്ലാത്ത പൊതുയോഗങ്ങൾ ക്രമസമാധാനം തകരുന്നതിന് കാരണമായേക്കാം എന്ന മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ പറയുന്നത് 5 അതിൽ കൂടുതലോ ആളുകൾ വിദ്യാർത്ഥികൾ ഒത്തുകൂടാനായി പാടില്ല, പ്രസംഗമോ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയോ ചെയ്യരുത് തുടങ്ങിയ കർശന നിർദ്ദേശങ്ങളാണ് ഈ വിലക്കിലൂടെ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രജിൻ, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.